കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശത്രുസംഹാര ഭൈരവ യാഗം നടത്തിയെന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പരാമർശം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വെച്ച് ഈ പൂജ നടത്തിയെന്നാണ് DK ആരോപിക്കുന്നത്. 21 ആടുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ, 5 പോത്തുകൾ ഇവയെ ബലി നൽകിയായിരുന്നു ശത്രുസംഹാര പൂജ നടത്തിയതെന്നാണ് DKയുടെ പ്രതികരണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚದಲ್ಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ ಎಲ್ಲ ಕೆಂಪು ಬಣ್ಣದ. എന്നാൽ ഇത് എവിടെ നടത്തി എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം DK ശിവകുമാർ നൽകിയിട്ടില്ല. ആര് നടത്തിയെന്ന് സംബന്ധിച്ച് തനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്ന് DK പറയുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള ചരടുകൾ കാണിച്ചുകൊണ്ട് DK പറയുന്നു, തനിക്ക് ഈ ശക്തിയുണ്ട്, തനിക്കെതിരെയുള്ള ഈ പൂജകളൊന്നും ഭരിക്കില്ല എന്ന് ഉറപ്പുണ്ട് എന്നാണ് DKയുടെ വിശ്വാസം. രാജരാജേശ്വരി ദേവസ്ഥാനത്ത് വെച്ച് ഈ പൂജ നടന്നുവെന്നാണ് DK പറയുന്നത്. എന്നാൽ ഈ രാജരാജേശ്വരി ദേവസ്ഥാനം എവിടെയാണെന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലും മൃഗബലിയോ ശത്രുഭൈരവി യാഗമോ നടന്നതായി സ്ഥിരീകരണമില്ല. 1968 തന്നെ കേരള സർക്കാർ മൃഗബലി നിരോധിച്ചതാണ്. എന്നാൽ തളിപ്പറമ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ കർണാടകയിൽ നിന്നും സ്ഥിരമായി രാഷ്ട്രീയ നേതാക്കൾ എത്താറുണ്ട്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. കർണാടകയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നതെന്ന് വളരെ ഗൗരവമേറിയ വിഷയമാണ്. KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, 1-2 കാര്യങ്ങൾക്ക് വ്യക്തത വേണം. ഇത് ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫ് ക്യാമറയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്? അതിനൊരു ഔദ്യോഗിക തലത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ പറഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ്. 1-2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിക്ക് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്? മാത്രമല്ല, കേരളത്തിലെ കോൺടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം വികലമായ ആചാരങ്ങളെ നമ്മൾ തള്ളിപ്പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതിനൊക്കെ തടയിട്ട ഒരു പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് മൃഗബലി അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ആധികാരികത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2, ആരെ ഉന്നമിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്? മറ്റൊന്ന്, കർണാടകയെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവിടെയൊക്കെയുള്ള സർക്കാർ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ എടുക്കുന്ന ശക്തമായ നിലപാടുള്ളപ്പോൾ തന്നെ അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ശ്രീധരൻ, എങ്ങനെ വിലയിരുത്തും? തീർച്ചയായിട്ടും ഈ കേരളത്തിന് അത്രയും വരില്ലെങ്കിൽ പോലും ഈ അനാചാരങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണ് സിദ്ധരാമയ്യ സർക്കാർ. പല വിഷയത്തിൽ നോക്കിയാൽ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ അല്ലെങ്കിൽ ഉത്തരവുകളൊക്കെ സിദ്ധരാമയ്യ ഭരണകാലത്ത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താവട്ടെ, സിദ്ധരാമയ്യയുടെ ഇപ്പോൾ 2ാം ഊഴത്തിലാവട്ടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. അതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ ശത്രുസംഹാര പൂജ ഒരു വശത്ത് നടക്കുമ്പോൾ അതിനെ തടയാൻ ഉള്ള ശക്തി തനിക്കുണ്ട്, തന്റെ വിശ്വാസത്തിനുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മൃഗബലി ഒരിക്കലും നിരോധിച്ച ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പരസ്യമായി ഒന്നും അതങ്ങനെ നടക്കാറില്ല. തീരെ വിരലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തത വരുത്തേണ്ടത് DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നാണ് തീർച്ചയായിട്ടും. ഏതായാലും 21 ആടുകളെ, അതുപോലെ തന്നെ 21 കറുത്താടുകളെ, പോത്തിനെ, പന്നിയെ, ഇതിനെയൊക്കെ ബലി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെ നടത്തി, ആര് നടത്തി എന്ന് കൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം വാദം പറഞ്ഞാൽ വളരെ അനൗപചാരികമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണ് DKയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ യെദ്യൂരപ്പ ഉൾപ്പെടെ വന്നു പോകാറുണ്ട്. അവരൊക്കെ കർണാടകത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് പോകാറുണ്ട്. മറ്റൊന്ന്, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടായേക്കാമെന്ന് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പ്രസ്താവനകൾ. അപ്പോൾ ആരെയാണ് ഉന്നമിട്ടത് എന്ന ഒരു സംശയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും സൂചകങ്ങൾ
അവിടെ ഉയരുന്നുണ്ടോ? അതായത് നമ്മൾ അതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ സിദ്ധരാമയ്യ സർക്കാരിന്റെ ആദ്യ വാർഷികം, 1ാം വാർഷികം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെ തന്നെ നേരത്തെ തന്നെ ഈ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ അനൌദ്യോഗിക ധാരണയുണ്ടായിരുന്നു 2.5 വർഷം സിദ്ധരാമയ്യ, 2.5 വർഷം DK ശിവകുമാർ എന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച്, ഈ അധികാര കൈമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ പ്രത്യേകിച്ച് കന്നഡ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ കാര്യമായി തന്നെ വന്നിരുന്നു. ഏതായാലും അത് ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണം DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം പറയുന്നത് കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് സിദ്ധരാമയ്യയ്ക്കും തനിക്കുമെതിരെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അനുമാനിക്കാം. മറിച്ച് എതിർ ചേരിയിലുള്ള ആളുകൾ, നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ JDS-ന്റെയോ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്തു നിന്നുള്ള ആളുകളോ ആണോ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ കൂടോത്രം പോലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നേരത്തെ സൂചിപ്പിച്ചത് ഈ കർണാടകയിലെ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഒരു ശീലമുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്, യെദ്യൂരപ്പയൊക്കെ തളിപ്പറമ്പ് തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും KB ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് പറയുന്നത് എന്നുള്ളതാണ്. ചെറുതല്ല കാര്യം. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രതികരണം, കേരളത്തിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉന്നയിച്ച ആരോപണം നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ കൂടി പ്രതികരിക്കുന്നു. അതിഥികളിലേക്ക് പോവുകയാണ്. സന്ദീപാനന്ദ ഗിരി സ്വാമി, ഒപ്പം രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരും. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ സന്ദീപാനന്ദഗിരി, ഇത് കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കാരണം കേരളം പോലെയുള്ള നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ഇത്തരം വികലമായ ആചാരങ്ങളെ പണ്ടേ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു നാടിനെ ചേർത്ത് വെച്ചാണ് ഒരു ഔദ്യോഗിക, ഒരു സ്റ്റേറ്റിന്റെ തലവനായിട്ടുള്ള ഉപതലവനായിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രസ്താവന വരുന്നത്. വളരെ ഗൗരവമേറിയ വിഷയമല്ലേ? കോൺഗ്രസ് കൂടിയാണ്, കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്തായിരിക്കാം ഉദ്ദേശിച്ചത്? ആഭിചാരക്രിയയൊക്കെ തന്നെ നടക്കുന്നു എന്ന് പറയുമ്പോൾ, മൃഗബലി, അതും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു വെറും ഗിമ്മിക്സ് ആണോ അതോ ഡേറ്റാസ് വെച്ചാണോ അദ്ദേഹം സംസാരിച്ചിരിക്കുക? ഇതില് DK ശിവകുമാർ ഒരു ഉത്തരവാദിത്വ ഉള്ള നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതേസമയം ഇത് കേരളത്തില്, പ്രത്യേകിച്ച് രാജരാജേശ്വരി ക്ഷേത്രം അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ക്ഷേത്രം, കേരളത്തിൽ ഒരു ക്ഷേത്രത്തില് ഇത്തരം ഒരു ചടങ്ങ്, ഇവൻ ഒരു കോഴിവെട്ട് പോലും നടക്കും തോന്നില്ലേ? എന്നിട്ടല്ലേ ഈ 21 ആടും 21 കുറെ 5 വെറൈറ്റി മൃഗങ്ങളെ കുറിച്ച് പറയുന്നത്? അതൊന്നും ഇവിടെ നടന്നു എന്ന് നമുക്ക് ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും രഹസ്യമായിട്ട് അത് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ചിലപ്പോൾ എന്താണെന്നറിയോ, പല വിധത്തിലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് ഉടായ്പൊക്കെ ഈ രംഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം പല ഭാഗത്ത് ഇപ്പം മനുഷ്യക്കുരുതി വരെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതിന്റെ പേരിൽ. അത് നമുക്കറിയാം, ഒരു ഭാഗത്ത് അങ്ങനെയുണ്ട്. അത് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത്. തൊട്ട് അയൽവാസികൾ പോലും അറിഞ്ഞത് ഇവിടെ ഇങ്ങനെയൊക്കെ വളരെ പൈശാചികമായ ആസുരികമായ കർമ്മങ്ങൾ നടന്നിരുന്നു എന്ന് തൊട്ട് അയൽപക്കം അറിയുന്നത് അപ്പോഴാണ്. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഇവിടുത്തെ പോലീസും അതുപോലുള്ള അദ്ദേഹത്തിന് അതിന്റെ വിവരങ്ങൾ അറിയാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ഉത്തരവാദിത്വം ഇത് കേരളത്തിന് ഒരു അവമാനം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് DK ശിവകുമാർ അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ നിജസ്ഥിതി അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാമോ അത് കേരളത്തിന്റെ ഒരു വലിയ നമ്മള് സമരത്തിലൂടെയും നിയമനിർമ്മാണത്തിലൂടെയും ഒക്കെ നേടിയിട്ടുള്ള വലിയൊരു പാരമ്പര്യത്തെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ്. ഇത് കേരളത്തെ അവമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഒരു സ്റ്റേറ്റിന്റെ തലവൻ പറയുകയാണ്, കാരണം അനാചാരങ്ങൾക്കെതിരെ പോരാടും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ ഒരു ഉപതലവൻ പറയുകയാണ്. അതായത് എന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ചരട് അല്ലെങ്കിൽ ഈ നൂല്, അതിനെയൊക്കെ ഇത്തരത്തിലുള്ള ഭൈരവി യാഗങ്ങളെയും അല്ലെങ്കിൽ പഞ്ചബലിയൊക്കെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള ശക്തിയുള്ളതാണ്, അതൊക്കെ രക്ഷിച്ചോളും എന്ന് പറയുമ്പോൾ നൽകുന്ന മെസ്സേജ് അതും ഉത്കണ്ഠ ജനിപ്പിക്കുന്നതല്ലേ? അതെ, ഒരു അന്ധവിശ്വാസത്തെ മറ്റൊരു അന്ധവിശ്വാസം കൊണ്ട് എന്താ പറയുക
പരിരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ പറയുമ്പോൾ അവര് വളരെ ദൂരം പാലിക്കുന്ന രണ്ട് ആദരണീയരായിട്ടുള്ള പ്രാതസ്മരണീയരായിട്ടുള്ള ആളുകളുണ്ട്. ഒന്ന് മഹാത്മജി തന്നെ, മറ്റൊന്ന് നെഹ്റു തന്നെ. അപ്പോ ഗാന്ധിജി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ആത്മീയത, അതിൽ നിന്ന് നമ്മൾ വളരെ ദൂരം പോകുമ്പോഴാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മളെ പിടിമുറുക്കുന്നത്. അതേപോലെ തന്നെ നെഹ്റുവിന്റെ സോഷ്യലിസവും അതെങ്ങനെയാണ് അത് ജനാധിപത്യത്തിൽ നമ്മൾ അതിന്റെ അധികാരത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവർ അത് പ്രവൃത്തി പദത്തിലും മാതൃകയായിട്ടിരിക്കേണ്ടത്. ഭഗവത്ഗീതയിലെ ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തതു വർത്തതേ. നമ്മളെ ശ്രേഷ്ഠന്മാരായി കാണുന്ന കുറച്ച് ആളുകളും നേതാക്കന്മാരെപ്പോഴും അങ്ങനെയാണ്. അവരുടെ അനുയായികൾ അവരെ അനുകരിക്കുന്നതാണ്. അപ്പൊ അനുയായികൾ ഇതാണ് അനുകരിക്കുക. അപ്പൊ അനുയായികൾ അനുകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങള് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമുള്ളവരാണ് അവർ. അപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചരടുണ്ട്, അത് ഇത്തരം ആഭിജാത്ത കർമ്മങ്ങളെയൊക്കെ എതിർക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ആ ചരടിനോടുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് രണ്ടും കുഴപ്പം പിടിച്ച ഒന്നാണ്. പക്ഷെ അതേസമയം കെ ശിവകുമാർ പറയേണ്ടത് ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചുമാണ്. ആ രണ്ട് പാരമ്പര്യങ്ങളുള്ള വലിയൊരു ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടുന്നവരല്ല ഞങ്ങൾ എന്ന് ടി കെ ശിവകുമാർ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് താങ്കൾ തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹം ഒരു ക്യാമറയ്ക്കല്ല ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശദമായ ഒരു അല്ലെങ്കിൽ വിവരമാണ്. പക്ഷേ അതിനകത്ത് ഡേറ്റാസ് ഒന്നും അദ്ദേഹം പറയുന്നുമില്ല. വളരെ ഗൗരവമേറിയ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അതിനൊരുപാട് അതിന്റെ അനുരണനങ്ങൾ വളരെ വ്യാപ്തിയുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇതാ വികലമായിട്ടുള്ള ആഭിചാരക്രിയകൾ അത് കേരളത്തിൽ വെച്ച് നടന്നിരുന്നു. കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ നമുക്കറിയാം. ഞാൻ നേരത്തെ വീണ്ടും ഞാനത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നു അതിനെ പ്രതിരോധിക്കാൻ തൻ്റെ കയ്യിൽ ചരടുണ്ട്. അപ്പോൾ നൽകുന്ന ആ രണ്ട് വാചകങ്ങളെയും താങ്കൾ ഏതൊക്കെ രീതിയിൽ സമീപിക്കാനാണ് താല്പര്യപ്പെടുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീ പ്രജീഷ്, ഞാനൊരു വിശ്വാസിയായിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വിശ്വാസികളും അമ്പലങ്ങളും ഒന്നും മന്ത്രവാദം ബേസ് ചെയ്തുള്ളതല്ല, പകരം തന്ത്രശാസ്ത്രം ബേസ് ചെയ്തുള്ളതാണ്. മന്ത്രവാദം വേറെ, തന്ത്രശാസ്ത്രം വേറെ. കേരളത്തിലെ പൂജാരിമാരാകട്ടെ, ബ്രാഹ്മണരാകട്ടെ, അല്ലാതെ പൂജ പഠിച്ച് ബ്രാഹ്മണ്യം ആർജിച്ചു പൂജ ചെയ്യുന്നവരാകട്ടെ, ഇവരാരും ആഭിചാരം ചെയ്യാറില്ല, മാരണം ചെയ്യാറില്ല, ക്ഷുദ്രം ചെയ്യാറില്ല. അതൊക്കെ നെഗറ്റീവാണ്. നമ്മൾ ചെയ്യുന്ന പൂജാരീതികൾ തന്ത്രശാസ്ത്രത്തിന് അടിസ്ഥാനപ്പെടുത്തിയും പോസിറ്റീവുമാണ്. അത് യാഗം, ഹോമം, യജ്ഞം, പൂജ അടക്കമുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്ത ധാരകളിലായി പെടുന്ന കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അവരാരും ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാറില്ല. നേരത്തെ സന്ദീപാനന്ദഗിരിജി പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. ഡി കെ ശിവകുമാർ വളരെ ആദരണീയനായ വ്യക്തിയാണ്, വളരെ പവർഫുൾ ലീഡറാണ്. അദ്ദേഹം കൂടുതൽ ഡീറ്റെയിൽസ് തരേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ അമ്പലങ്ങളിലോ പൂജയുടെ ഇടങ്ങളിലോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിലോ 99% ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രാക്ടീസുകൾ ഇല്ല. ഒരു കാലഘട്ടത്തിൽ ചില ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ തെറ്റുകുറ്റങ്ങളൊക്കെ കടന്നുകൂടി കാണാം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, മഹാത്മാഗാന്ധി ആകട്ടെ, വിവേകാനന്ദ സ്വാമികളാകട്ടെ, എല്ലാം നല്ല വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുകയും അന്ധവിശ്വാസത്തെ മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. രണ്ട്, കയ്യിൽ ചരട് കെട്ടുന്നതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ശ്രീ ഡി കെ ശിവകുമാർ മാത്രമല്ല കയ്യിൽ ചരട് കെട്ടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കെട്ടുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് കിട്ടുന്നുണ്ട്. ആലോചിക്കുക, നമ്മളെ 200 വർഷം ഭരിച്ച ബ്രിട്ടനിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഋഷി സുനക് കയ്യിൽ ചരട് കെട്ടുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ചരട് കെട്ടുന്നൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ ഭാഗം ഒരു പക്ഷേ അത് ആ രീതിയിൽ തന്നെ നമ്മൾ പറയും എല്ലാവരും ചരട് കെട്ടുന്നവരുണ്ട്. പക്ഷേ അതിനൊരു പ്രതിരോധ കവചമാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു അന്ധവിശ്വാസത്തിന് നമുക്കത് പല അതിന്റെ ചർച്ചയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ആഭിചാരത്തെ സപ്പോർട്ട്, ആഭിചാരമുണ്ട് എന്ന് പറയുകയും അതിനെ പ്രതിരോധിക്കാൻ ഞാനിതാ എന്റെ കയ്യിൽ ചരടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് വെറും ഒരു ഡി കെ ശിവകുമാർ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ്. അവിടെയാണ് വ്യത്യാസം. ആ ചരട് കെട്ടുന്നതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അന്ധവിശ്വാസത്തിന്റെ ഭാഗമല്ല. ഇവിടെ 3 കാര്യങ്ങളുണ്ട്: വിശ്വാസം, അന്ധവിശ്വാസം, അവിശ്വാസം, യുക്തിചിന്ത. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മളെല്ലാം വിശ്വാസികളാണ്, അന്ധവിശ്വാസികളല്ല. എന്നാൽ ഇതില്ലാതെ അവിശ്വാസികളായ ആൾക്കാരുണ്ട്. അപ്പൊ അവിശ്വാസികൾക്ക് കയ്യിൽ ചരട് കെട്ടുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ തെറ്റൊന്നുമില്ല. ശ്രീ ഡി കെ ശിവകുമാറും ശ്രീ നരേന്ദ്രമോദിയും ശ്രീ ഋഷി സുനക്കും അടക്കമുള്ളവർ കയ്യിൽ ചരട് കെട്ടുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അവർക്കൊരു രക്ഷയാണ്, കവചമാണ് എന്ന് വിശ്വസിച്ചാണ് കെട്ടുന്നത്. സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും എനിക്ക് തോന്നുന്നു ബീഹാറിലാണ്
കാര്യങ്ങളാണ്. ഭൂകമ്പം ഉണ്ടായപ്പോ നമ്മുടെ അൺടച്ചബിലിറ്റി കാരണം ദൈവം തന്ന ശിക്ഷയാണ് എന്ന് ആലങ്കാരികമായി പറയുകയുണ്ടായി. അതിന് രവീന്ദ്രനാഥ് ടാഗോറൊക്കെ മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടാകുന്നത്, മാറ്റം ഉണ്ടാകുന്നത് അൺടച്ചബിലിറ്റി കാരണമാണെന്നല്ലല്ലോ. സിംബോളിക്കലി ഒരു സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ കയ്യിൽ മോതിരം ഇടുന്നത്, കയ്യിൽ വളയിടുന്നത്, താലിമാല കെട്ടുന്നത്. ഇതെല്ലാം കൾച്ചറൽ അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു പരിപ്രേക്ഷ്യം കൂടിയുണ്ട്. അപ്പൊ താലിയാണെങ്കിലും ചരടാണെങ്കിലും പൂണൂലാണെങ്കിലും അല്ലെങ്കിൽ മോതിരമാണെങ്കിലും ലവ് സിംബൽസ് എന്ന് പറഞ്ഞ് മോഡേൺ നമ്മുടെ യൂത്ത് ജനറേഷൻ ഇടുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഒരു കയ്യിൽ ടാറ്റു ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അതൊരു കൾച്ചറൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനും സാംസ്കാരികമായ മാനസികമായ സാമൂഹികമായ കാര്യങ്ങളും കൊണ്ടാണ്. അത് വിശ്വാസമാണ്. അതിന് ശ്രീ ഡി കെ ശിവകുമാറിന് റൈറ്റ് ഉണ്ട്. കൂടോത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടോ? കാരണം ഈ ഇടയ്ക്കൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എനിക്ക് അല്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചാണ്. നമ്മൾ മാത്രമല്ല, നാസികൾ തുടങ്ങി, ഹിറ്റ്ലറുടെ നാസികൾ തുടങ്ങി ബ്ലാക്ക് മാജിക് MAGIK എന്ന് പറയുന്ന നെഗറ്റീവ് മാജിക്കിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയുണ്ട്. അതെല്ലാം നമുക്ക് ഡിസ്കറേജ് ചെയ്യണം. നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെയോ സ്വാമി വിവേകാനന്ദന്റെയോ മഹാത്മാഗാന്ധിയുടെയോ ഒക്കെ പാതയിൽ നല്ല വിശ്വാസങ്ങൾ, അന്ധവിശ്വാസത്തെ എതിർക്കേണ്ടത് നിരീശ്വരവാദം കൊണ്ടല്ല, നല്ല വിശ്വാസം കൊണ്ടാണ്. ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്ധവിശ്വാസത്തെ എതിർക്കേണ്ടത് നിരീശ്വരവാദം കൊണ്ടല്ല. ഒരു കാര്യം കൂടി, ഈ നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രം എന്ന അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്ഥാനം എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കാം? കാരണം തളിപ്പറമ്പിലേക്ക് സംബന്ധിച്ചൊക്കെ നമ്മൾ അവിടുത്തെ റിപ്പോർട്ടർ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ. അവിടെ ആ ക്ഷേത്രത്തിലൊന്നും പക്ഷേ ഇതിനെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ടോ? കാരണം ഗൗരവത്തോടു കൂടി ഒരു ഉപമുഖ്യമന്ത്രിക്ക് ഡേറ്റാസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. സ്റ്റേറ്റിന്റെ ഉപമുഖ്യമന്ത്രിയാണ്. ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉള്ള ഒരു സംവിധാനത്തിലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം വെറുതെ ഒരു കാര്യം പോസിറ്റീവാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കം പല ആൾക്കാരും കേരളത്തെ ഒരു സ്പിരിച്വൽ സെന്ററായി കാണുന്നുണ്ട്. നമ്മൾ ശങ്കരാചാര്യരുടെ നാടാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണ്. നമ്മുടെ തന്ത്രശാസ്ത്രത്തിലും നമ്മുടെ സങ്കല്പങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രീ യെദ്യൂരപ്പ അടക്കം പലതവണ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ശ്രീമതി ജയലളിത കേരളത്തിലേക്ക് വരികയും അങ്ങനെ ഒരുപാട് പേർ, കുമാരി ജയലളിത വരികയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൾച്ചറിന്റെ മഹത്വമാണ്. ചില ആൾക്കാർ നെഗറ്റീവിൽ യൂസ് ചെയ്യുന്നത് കാണാം. അവർ നമ്മുടെ വിശ്വാസത്തെ കൂടെ ഹനിക്കുന്നവരാണ്. അവരെ മാറ്റി നിർത്തണം. അത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം. എന്നാൽ നല്ല വിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യണം, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ധാരയാണ് നമ്മൾ മുമ്പോട്ട് പങ്കുവെക്കേണ്ടത്. അതുകൊണ്ട് ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാഗം, ഹോമം, യജ്ഞം, പൂജ ഇതെല്ലാം പവിത്രവും വ്യത്യാസവുമാണ്. ദുർമന്ത്രവാദം വേറെയാണ്. നമ്മുടെ അമ്പലങ്ങൾ മന്ത്രവാദം ബേസ് ചെയ്തല്ല, തന്ത്രശാസ്ത്രം ബേസ് ചെയ്താണ്. ദുർമന്ത്രവാദം വേറെ, നല്ല വിശ്വാസങ്ങൾ വേറെ. ശ്രീ സന്ദീപാനന്ദഗിരി, ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒരു ആഭിചാരക്രിയ ഉണ്ട്, അല്ലെങ്കിൽ ആഭിചാരം നടന്നിരിക്കുന്നു. അവിടെ തൻ്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ താഴെയിടാൻ, മറ്റൊന്നുമല്ല, പൊളിറ്റിക്കലി അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂതഘടങ്ങളെ നമ്മൾ പറയത്തില്ലേ, ഇടുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ആഭിചാരം നടത്തുന്നു. അപ്പോൾ അവിടെ ഒരു ആഭിചാരത്തിന്റെ പ്രസക്തി കൂടി അദ്ദേഹം നടത്തുകയാണ്. മറ്റൊന്ന്, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ചരട് കെട്ടുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗത്തെ ആ ചരടിനെ എടുത്ത് പറയുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള ബ്രഹ്മാസ്ത്രം പോലെ ഇതാ എൻ്റെ കൈവശം ഈ ചരടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? മാത്രമല്ല, തന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിലെ പൂജകൾ. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ ഇവിടെ നിലനിൽക്കുന്ന വികലമായ ഒരു ആചാരം ഇപ്പോഴുമുണ്ട്, പതിറ്റാണ്ടുകൾക്ക് ശേഷമുണ്ട് എന്ന് മറ്റൊരു സ്റ്റേറ്റിന്റെ ഉപമുഖ്യമന്ത്രി പറയുമ്പോഴുള്ള ഒരു ഗുരുതരാവസ്ഥയുമുണ്ട്. ശ്രീ സന്ദീപാനന്ദഗിരി. അതെ, ഇതില് നമ്മുടെ ധർമ്മശാസ്ത്രത്തില് ഇപ്പോ ഈ യാഗമാണെങ്കിലും യജ്ഞമാണെങ്കിലും പൂജയാണെങ്കിലും ധ്യാനമാണെങ്കിലും ഇതൊക്കെ തന്നെ ഈ പറയുന്ന 3 പ്രകാരത്തിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. 3 പ്രകാരത്തിലാണ് അവരിത് ചെയ്യുന്നത്. യാഗത്തെയും യജ്ഞത്തെയും ഹോമത്തെയും പൂജയെയും ധ്യാനവും ഒക്കെ സഗുണമായിട്ട് ചെയ്യുന്നു. എന്താ പറയാ, സദ്ഗുണത്തിന്റെ ഭാവത്തിൽ നിന്ന് സാത്വികമായിട്ട് അത് ചെയ്യുന്നു. ആ സാത്വികമായി ചെയ്യുന്നതിന് ഭഗവത്ഗീതയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തില് അവരുടെ ശ്രദ്ധയെ കുറിച്ച്, ഇപ്പോ ഒരാളൊരു ദാനം കൊടുക്കും. ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്കർമ്മമാണ്. അത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് തന്നെ 3 വിധത്തിൽ കൊടുക്കുന്ന, സാത്വികമായും രാജസികമായും താമസികമായും എറിഞ്ഞു കൊടുക്കുന്നവര് പല വിധത്തില്. ഇതേപോലെ തന്നെ ധ്യാനത്തെയും
ഈ പറഞ്ഞ പൂജാതി കാര്യങ്ങളെയും ഒക്കെ. അപ്പൊ ഈ ആസുരികമായ ഭാവത്തോടുകൂടി അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇന്നയാളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നത് ചെയ്യുന്നു. അത്തരത്തിലൊക്കെ കാര്യം ശ്രീ സന്ദീപാനന്ദരി ഞാൻ ചോദിക്കുന്നത്, കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി, നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളി എന്നോട് സംസാരിക്കുമ്പോൾ കുറേ നാളായി. അപ്പോൾ പറയുന്നത് വെച്ചാൽ വീട്ടിൻ്റെ മുറ്റത്ത് ഈ ചിരട്ടയിൽ കോഴിത്തല കിടക്കുന്നതായിട്ട് കണ്ടുവന്നു. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതാണോ, നടക്കുന്നുണ്ടോ? കാരണം പലയിടങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് നമുക്ക് നിയമം മൂലം അല്ലെങ്കിൽ നമ്മൾ ഒരു ഇടയ്ക്കൊക്കെ ഇതിനെതിരെ വലിയ ജാഗ്രതയൊക്കെ നടത്തുകയും വലിയ പ്രതിഷേധമൊക്കെ ഒരു 5-6 വർഷം മുമ്പ് ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ. പക്ഷേ ഇപ്പോഴും ആ കേന്ദ്രങ്ങൾ വീണ്ടും വിപുലമായിട്ടുണ്ട്. അവിടേക്ക് ആളുകൾ നന്നായി പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം പ്രശ്നം ഉള്ളവരായിരിക്കുമല്ലോ എന്തായാലും പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രക്രിയ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നുമേ നടക്കുന്നില്ല എന്ന്. സ്വാമിയുടെ അറിവിൽ, താങ്കളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദേവസ്വം മന്ത്രി പറയുന്നത് ഉത്തരവാദിത്വത്തിലാണ്. കാരണം ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് മറ്റൊരാൾക്ക്, ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശത്രുസംഹാര പുഷ്പാഞ്ജലി ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ശത്രുസംഹാര, ഈവൻ ഗുരുവായൂരിൽ പോലും ശത്രുസംഹാര പുഷ്പാഞ്ജലി ഉണ്ട്. അതിന് വഴിപാടുണ്ട്, അതിന് പ്രൈസ് ഉണ്ട്. പക്ഷെ അത് എന്താണ് ശത്രു നമ്മുടെ ഉള്ളിലുള്ള കാമ, രാഗ, ദ്വേഷ, മതമാത്സര്യാദികളാണ് ശത്രുക്കളായി കാണേണ്ടത്. എന്നിലെ ശത്രുവിനെ ഞാൻ നീക്കം ചെയ്യാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ ധർമ്മശാസ്ത്രത്തിലൊക്കെ പറയും, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. നിന്റെ രജോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാമവും ക്രോധവും മോഹവും ഇതിൽ നിന്നൊക്കെയാണ്. അതേസമയം പ്രജീഷ് പറഞ്ഞതുപോലെ ഈ കോഴി വെട്ടിയിട്ട് അതില് കോഴിത്തലയിൽ ചെയ്യുക, കോഴിമുട്ടയിൽ ചെയ്യുക, കരിമ്പൂച്ചയിൽ ചെയ്യുക, ഇതൊക്കെ ഈ പണിക്കന്മാര് പറഞ്ഞു കൊടുത്ത് അവിടെ ഇവിടെ ഇരുന്ന് രഹസ്യമായി ചെയ്യുന്നത് കേരളത്തിലുണ്ട്. ഈ രഹസ്യമായി ചെയ്യുന്ന ഇപ്പൊ റിസർവ് ബാങ്ക് ഗവർണർക്ക് ഇവിടെ കള്ളനോട്ടുണ്ട് എന്ന് അദ്ദേഹം പറയൂ? അതിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഈ കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ വീട്ടിന്റെ തൊട്ടടുത്തുണ്ട് എന്ന്. അപ്പൊ ഇത് നമ്മളിപ്പോ പുരാണത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിഹാസത്തിലും പുരാണത്തിലും വേദത്തിലും ഒക്കെ ഇതുപോലെ മൃഗബലിയും നരബലിയും മനുഷ്യരിപ്പോ ഭാഗവതത്തിലൊക്കെ, ഭാഗവതത്തില് ജഡഭരത ഉപാഖ്യാനം വരുന്നിടത്ത് ഭരതനെ ബലി കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ അവിടുന്ന് ബലിക്ക് വെച്ച മനുഷ്യൻ ഓടി രക്ഷപ്പെടുക ജീവനും കൊണ്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പിടിച്ച് ബലി കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് മോചിതനാകുന്നുണ്ട്. ആ ശക്തി തന്നെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നതായിട്ട്. ഇപ്പൊ ബുദ്ധമതം തന്നെ ഉണ്ടാവുന്നത് എങ്ങനെയാ? ഹിന്ദു മതത്തിലെ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ബുദ്ധൻ സഞ്ചരിച്ചത് കൊണ്ടാണ് ബുദ്ധമതം തന്നെ ഉണ്ടായത്. നമുക്കറിയാലോ, ഇപ്പൊ ബുദ്ധന്റെ കഥ പറയുന്നില്ലേ, ആടിനെ ബലി കൊടുക്കുന്നിടത്ത് തന്റെ തല നീട്ടിക്കൊടുത്തിട്ട് അതിനേക്കാൾ പുണ്യം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതല്ലേ നല്ലത് എന്ന് പറയുന്ന ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു അനാചാരമായിട്ട് വേദങ്ങളിൽ കാണാം, ഈ പറഞ്ഞ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണാം. അവിടെ തന്നെ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞ ആഭിജാത്യക്രിയ ഉണ്ടല്ലോ, അശാസ്ത്രവിഹിതം ഘോരം എന്നാണ് അവർ പറയുന്നത്. ദമ്പാഹങ്കാര സംയുക്തമായിട്ടുള്ള അശാസ്ത്രവിഹിതമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഇത്തരം കർമ്മങ്ങളെ എല്ലാറ്റിലും കാണാം. പുരാണത്തിലും ഇതിഹാസത്തിലും വേദത്തിലും ഒക്കെ ഉണ്ട്. അതിനെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് അവിടെ. തീർച്ചയായും എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ രാഹുൽ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ചെറിയ ഇടവേള എടുത്ത ശേഷം അതിവേഗം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ സന്ദീപാനന്ദഗിരി പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ഒപ്പം ഒരു കാര്യം കൂടി, ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കൂടിയും ഒരു സ്റ്റേറ്റിനെയും കൂടി സംശയത്തിന്റെ നിഴലിലേക്ക് ആക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയുള്ള കുറച്ചുകൂടി മാനങ്ങൾ ഇല്ലേ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന കാര്യം താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ സന്ദീപാനന്ദഗിരിയോട് ഒരുപക്ഷെ ഭൂരിപക്ഷം വിഷയങ്ങളിലും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളുടെ കൺസെൻസസ്, ഒരു സമവായം വളരെ നല്ലതുമാണ്. അതായത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എനിക്ക് മാതൃഭൂമിയോടുള്ള റിക്വസ്റ്റ്, നമ്മൾ ഈ ശത്രുസംഹാര യാഗം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോമം തുടങ്ങിയ വാക്കുകൾ നമ്മുടെ TV ചാനൽ എഴുതി കാണിക്കരുതെന്നുള്ളവരാണ് അഭ്യർത്ഥന. നിങ്ങൾക്ക് മന്ത്രവാദമെന്നോ ദുർമന്ത്രവാദമോ എന്നൊക്കെ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ പൂജാരീതികളിൽ പൂജയും യാഗവും തന്നെ വ്യത്യാസമുണ്ട്. യാഗം പൊതുവെ വേദിക്കാണ്, പൂജ കുറെ കൂടെ താന്ത്രികാണെന്ന് വേണമെങ്കിൽ പറയാം.
ശത്രുസംഹാര പൂജ അതാണ് കുറച്ചുകൂടെ വേദിക്കെന്ന് താങ്കൾ പറയുന്നത് അല്ലേ? കാരണം ഇപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ ഈ ശത്രുസംഹാര പൂജ എന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല. ശത്രുസംഹാര പൂജയ്ക്ക് ശ്രീ സന്ദീപ് ആനന്ദഗിരി പറഞ്ഞ വ്യാഖ്യാനത്തോട് വളരെ യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ ഉള്ളിലെ ശത്രുവിനെയോ ആന്തരികമായ ദ്വേഷങ്ങളെയോ ഒക്കെ ഇല്ലാതാക്കാനാണ്. ഈ പൂജ എന്ന് പറയുന്ന സമ്പ്രദായം പൊതുവെ താന്ത്രികം, അമ്പലത്തിൽ അധിഷ്ഠിതവുമാണ്. ദേവതകളെയാണ് പൂജിക്കുന്നത്. യാഗം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വേദിക്കും, അതിൽ അഗ്നിക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അഗ്നിയിലേക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനൊക്കെ ന്യൂആൻസ്ഡ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ യാഗം, യജ്ഞം, പൂജ, ഹോമം തുടങ്ങിയ കാര്യങ്ങളെ പവിത്രമായിട്ടാണ് കാണുന്നത്. എന്റെ മോന്റെ പേര് യാഗം എന്നാണ്. ഈ യാഗം എന്ന വാക്കെടുത്താണ് യാഗ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ദുർമന്ത്രവാദം കേരളത്തിലൊന്നോ, മന്ത്രവാദം എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, മന്ത്രവാദം കേരളത്തിലോ എന്ന വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ടീമിന്റെ ചോയ്സാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ശ്രീ ഡി കെ ശിവകുമാറിനെ പോലെ വളരെ പ്രൊഫൈലുള്ള ഒരാൾ പറയുമ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കണം. എനിക്ക് രവീന്ദ്രൻ സാറിനെ വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷെ രവീന്ദ്രൻ സാർ പറയുന്നത് പോലെ എല്ലാ വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതി നമുക്ക് ശരിയാവില്ല. അപ്പോൾ തികച്ചും എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണം, സാമ്പത്തിക ചൂഷണം, ലൈംഗിക ചൂഷണം, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സന്തോഷ് മാധവനൊക്കെ അങ്ങനെ പിടിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ആസാറാം ബാപ്പുവിനെ പോലുള്ളവർ അതിന്റെ ലൈംഗിക ചൂഷണത്തിന്റെ ആൾക്കാരാണ്. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. വിവേകാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, ഒരുപാട് പേർ നമുക്കൊരു പോസിറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ പാത കാണിച്ചു തന്നവരാണ്. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യണം. ഇതിൽ കുറച്ച് ഗ്രേ ഏരിയാസ് കാണും. ഇപ്പം കയ്യിൽ മറ്റേ ചരട് കെട്ടുന്നത്, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. പക്ഷെ കയ്യിലെ ചരട് കെട്ടുന്നതിന് ഒരാൾ 1 ലക്ഷം രൂപ ചൂഷണം ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അതൊരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു മിതവാദം നമുക്ക് വേണം. ശ്രീ ഡി കെ ശിവകുമാറിന് ഇതിന് കുറെ കൂടെ ക്ലാരിറ്റി കൊണ്ടുവരണം. അവിടെയാണ് മൃഗബലി അടക്കമുള്ള കാര്യങ്ങളെ 100% നിരുത്സാഹപ്പെടുത്തണം. കേരളത്തിൽ മാത്രമല്ല, ത്രിപുര, ബംഗാൾ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ അതുണ്ട്. ഈ ശാക്തേയ പൂജാരീതികളുടെ ചില ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ചില കാര്യങ്ങളിൽ ഒരു പരിവർത്തനമോ എവല്യൂഷൻ, പരിണാമം ഉണ്ടാകുന്നത് നല്ലതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അങ്ങനെ ദുർദേവതകളെ ആചരിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാൻഡ് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ മാത്രമല്ല, നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളിലൊക്കെ ഇത്തരം തെറ്റായ പ്രവണതകളുണ്ട്. സാത്താൻ പൂജ എന്നൊക്കെ പറയുന്ന രീതി, അല്ലെങ്കിൽ സാത്താൻ സേവ എന്ന് പറയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാ വിശ്വാസവും ചിലപ്പോൾ ജീർണിക്കാൻ സാധ്യതയുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ആ തുരുമ്പ് ഇല്ലാതാക്കി ഇരുമ്പിനെ സംരക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതിനൊരു സമവായം ഉണ്ടാവുന്നത് നല്ലതാണ്. അതിൽ ഈവൻ നിരീശ്വരവാദി യുക്തിവാദികളോട് പോലും സഹകരിച്ച് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും നല്ലതാണ്. ഒറ്റ വരി കൂടി പറഞ്ഞാൽ സാധിക്കും. ഇങ്ങനെ ഒരു ആന്റി സൂപ്പർസ്റ്റിഷൻ ബിൽ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. നമുക്കങ്ങനെ അന്ധവിശ്വാസം നിർമ്മാർജ്ജനം ചെയ്യണം, പക്ഷെ നല്ല വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഇവയെ കൃത്യമായി വിവക്ഷിച്ച് ഡിഫൈൻ ചെയ്ത് മാറ്റി നിർത്തണം. തീർച്ചയായും. ശ്രീ സന്ദീപ് ആനന്ദഗിരി, അവസാനമായി ഒരു 30 സെക്കൻഡിലാണ് കുറച്ചൊരു ക്ലാരിറ്റി അദ്ദേഹം വരുത്തേണ്ടിയിരുന്നു. പുകമറ സൃഷ്ടിക്കുകയാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? അതും ഒരു സ്റ്റേറ്റിനെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ. തീർച്ചയായിട്ടും മാതൃഭൂമി തന്നെ അതിന് മുന്നിട്ടിറങ്ങി. മാതൃഭൂമി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇതിനൊരു വ്യക്തത ആവശ്യമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു, വിശ്വാസികൾ ആഗ്രഹിക്കുന്നു, അല്ലാത്തവർ ആഗ്രഹിക്കുന്നു. ഇത് നാടിന് ഏറ്റ ഒരു അപമാനമായി കാണുന്ന സാംസ്കാരിക രംഗത്തുള്ളവരും ആധ്യാത്മിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ബോധിപ്പിച്ച് അതിനൊരു കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. അത് മിടുക്കന്മാരാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സന്ദീപ് ആനന്ദഗിരി. ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യത, കുറച്ച് ക്ലാരിറ്റി വേണം. അത് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഒരു ഡേറ്റാസ് ഇല്ലാതെയാണ് ഈ ശത്രുസംഹാര പൂജയടക്കം സർക്കാർ യാഗമടക്കം നടന്നിരിക്കുന്നു. അത് കേരളത്തിലാണ് നടന്നിരിക്കുന്നത്. കർണാടക സർക്കാരിനെ അസ്ഥിരമാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു പോയത്.